പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ലെബനോനിൽ ഇസ്രയേൽ വർഷിച്ച മിസൈലുകളിൽ പൊലിഞ്ഞത് 394 ജീവനുകളാണ്. ഇതിൽ 83 കുട്ടികൾ ഉൾപ്പെടുന്നു. യുദ്ധം വെറും ഒരു ഭീഷണിയല്ല, ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ്റെ വ്യോമസേനയുടെ നട്ടെല്ലൊടിച്ച് ഇസ്ഫഹാൻ വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ്റെ F-14 യുദ്ധവിമാനങ്ങൾ തകർന്നു. ഇതോടെ ഇറാൻ്റെ പ്രതിരോധം ദുർബലമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളായ CNN-ഉം ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇനി ജനങ്ങളുടെ കുടിവെള്ളവും ലക്ഷ്യം വെച്ച് ബഹ്റിനിലെ വാട്ടർ പ്ലാന്റ് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ തകർത്തുകൊണ്ട് നഗരങ്ങളെ മുട്ടുകുത്തിക്കുവാനുള്ള ജലയുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ്. അമേരിക്കയും ഇറാനും നേരിട്ട് കൊമ്പ് കോർക്കുമ്പോൾ ലോകം മറ്റൊരു മഹായുദ്ധത്തിൻ്റെ വക്കിലാണ്. റിയാദും ദുബായിയും ഉൾപ്പെടെയുള്ള നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം നിങ്ങളെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ലൈക്കുകളായി, കമൻറ്റുകളായി, സബ്സ്ക്രൈബുകളായി രേഖപ്പെടുത്താൻ മറക്കേണ്ടതില്ല. ഇനിയും നമ്മൾക്ക് കാണാം. ഗുഡ് ബൈ.